എല്ലാരും ആരാധിക്കുന്ന മഹാനായ ഒരു വ്യക്തിയുടെ മകനാണ്. അദ്ദേഹത്തിനുള്ള സ്നേഹം ഇന്നും ഉള്ളത്. ഞാൻ ഇന്ന് പുതുപ്പള്ളിയുടെ മകനായി മാറി. അതുകൊണ്ടാണ് അവര് വീട്ടിലെ അംഗമായോണ്ടാണ് അങ്ങനെ വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ ആരെങ്ങനെ വോട്ട് ചെയ്യും? ചാണ്ടിയുമ്മൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ പക്ഷെ നമ്മളെല്ലാരും വിചാരിച്ച മന്ത്രിസ്ഥാനം ഉണ്ടാവും. പാർട്ടിയുടെ തീരുമാനമല്ലേ, നമ്മുടെ കയ്യിലുള്ള കാര്യം. പാർട്ടി തീരുമാനിച്ചു, വേണ്ട വേണ്ട. ഞാനിപ്പം മന്ത്രിയാവത്തത് നന്നായെന്ന് കരുതുന്ന ഒരാളാണ്. ന്യൂസ് സ്കൂളിലാണ് മാധ്യമങ്ങൾ അങ്ങനെ എക്സ്പെക്ടേഷൻ ഉണ്ടാക്കിയെടുത്തു. അതൊരു ശരിയായ ഒരു പ്രവണതയല്ല, ഒഴിവാക്കേണ്ടതായിരുന്നു. അവർക്ക് ഉറപ്പില്ലായിരുന്നെങ്കിൽ ഈ വാർത്ത കൊടുത്തവരെ വേറെ എന്ത് ഉദ്ദേശം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പൊളിറ്റീഷ്യൻ എപ്പോഴും ആരുടെ പൾസാണ് മനസ്സിലാക്കേണ്ടത്? ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാത്ത ഒരാൾ പൊളിറ്റീഷ്യൻ അല്ല. ശരിക്കും ജനങ്ങളുടെ ഇഷ്ടം, ജനഹിതം അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് പൊളിറ്റീഷ്യൻ. ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്താണെങ്കിൽ വി ഡി സതീശൻ സാറിനെ മന്ത്രിസ്ഥാനം കൊടുത്തില്ല, അങ്ങനെ ഒഴിവാക്കി. ഇപ്പം വി ഡി സതീശൻ സാർ മുഖ്യമന്ത്രി ആയപ്പോഴത്തേനും ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. വി ഡി സതീശന് സ്പീക്കർ സ്ഥാനം എന്റെ ഫാദർ ഓഫർ ചെയ്തു. അത് ശ്രീ വി ഡി സതീശനാണ് വേണ്ടത്. ഞാനും അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് എടുക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ കാരണമുണ്ട് ഇത് എടുക്കാതിരിക്കാം. ഒന്നും എന്റെ അടുത്ത് പറഞ്ഞു, തുടക്കം തൊട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഓഫറേ ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ അസംബ്ലിയിൽ പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും അവസരം കൊടുത്ത എന്റെ ഫാദറാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ഏറ്റവും അർഹനായതുകൊണ്ടാണ് ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു എടുക്കണം, നല്ലൊരു പൊസിഷൻ അല്ലേ എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ കാരണം പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താ കാരണം പറഞ്ഞു, അത് പറയുന്നില്ല. ഒരിക്കല് UK എന്നെ കൊണ്ടുപോയി 1998. അപ്പം ആദ്യമായിട്ടാണ് പുള്ളി ഞാനിപ്പോ ദിവസവും ഡാൻസ് കളിക്കുകയാണ്. പുള്ളി അന്ന് ട്യൂബില്, അതായത് മെട്രോയില് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഫൺ മോഡില് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു. മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം 98 തന്നെ UK യൂസിന് അവര് എന്നെ കൂടെ കൊടുത്തുകൊണ്ടുപോയി. ഫൊക്കാന എന്ന് പറഞ്ഞൊരു നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്താ പറയാ, എന്റെ ഷോയിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ ഏവരുടെയും പുതുപ്പള്ളിക്കാരുടെ സ്വന്തമാണ്. എന്നാൽ കൂടി നമ്മൾ മലയാളികളുടെ ഏവരുടെയും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ചാണ്ടിയുമ്മൻ. നമസ്കാരം സാർ, വെൽക്കം ടു മൈ ഷോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാട്ടോ സാറിനെ കൊണ്ടുവരണമെന്ന്. സാറിന് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സാറിന്. എന്താണ് എല്ലാരും ഇങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? എന്നാലും എല്ലാവരുടെ സ്നേഹം, അത് പിള്ളേരാകട്ടെ വലിയവരാകട്ടെ യൂത്ത് ആയിക്കോട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഭയങ്കര എന്തൊരു വീട്ടിലൊരാള്. നമ്മൾ സിനിമ ആക്ടേഴ്സിനോടൊക്കെ പറയില്ലേ, നമ്മുടെ വീട്ടിലത്തെ ഒരു പയ്യൻ പറയുന്ന, അല്ലെങ്കിൽ സ്നേഹമാണ് കൂടുതലും. അതുകൊണ്ടായിരിക്കാം. എന്നാലും ഒരു ചാണ്ടിയുമ്മന്റെ ഒരു ഐഡന്റിറ്റി എന്തായിരിക്കും? തീർച്ചയായിട്ടും കേരളത്തില് ഞാൻ കഴിഞ്ഞ 26 വർഷമായിട്ട് പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ടാണ് ഇത്രയും സ്നേഹം കൂടിയിരിക്കുന്നത്. ഈ അമിതമായ സ്നേഹം കാരണം ശ്വാസം മുട്ടുന്നുണ്ടോ സാറിന്? കൊണ്ടിങ്ങനെ ജീവിച്ചു പോകുന്നു. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരുപാട് സ്നേഹം കൂടിയാലും പേടിയാവോ? അങ്ങനെയൊക്കെ പേടിയുണ്ട്. ഒന്ന് നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നിൽക്കുന്നില്ല എന്നൊരു അത് നമ്മള് അപ്പം അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പം മന്ത്രിയാവത്തത് നന്നായെന്ന് കരുതുന്ന ഒരാളാണ്. കാരണം എവിടെയെങ്കിലും എക്സ്പെക്ടേഷൻ ഫെയിൽ ചെയ്താൽ ഉള്ള സ്നേഹം പോയാലും അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതെന്ന് എനിക്ക്. അതെ. ഇപ്പം എക്സ്പെക്ടേഷനും പ്രഷറും എടുക്കാണ്, ഈ രണ്ട് വാക്കുകൾ എടുക്കാണ്. അതെങ്ങനെയാ ബാലൻസ് ചെയ്യുന്നത് ഇത് രണ്ടും? ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും. എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷെ പ്രഷർ സ്വാഭാവികമാണ്. വലിയ ഉത്തരവാദിത്വം ഇല്ലാതെ പ്രഷർ ഇച്ചിരി കുറവാണ്. ഈ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഇച്ചിരി കൂടുമ്പോഴാണല്ലോ, ഉത്തരവാദിത്വം കൂടുമ്പോഴാണല്ലോ പ്രഷറും കൂടുതൽ. പക്ഷെ നമ്മളെല്ലാരും വിചാരിച്ച മന്ത്രിസ്ഥാനം ഉണ്ടാവും, അങ്ങനെ പാർട്ടിയുടെ തീരുമാനമല്ലേ, നമ്മുടെ കയ്യിലുള്ള കാര്യം. പാർട്ടി തീരുമാനിച്ചു, വേണ്ട നമുക്ക് അങ്ങനെ ഒരു ആക്കിയാൽ കുഴപ്പമില്ല, അതേസമയം നമുക്ക് നിർബന്ധമില്ല. പക്ഷെ മീഡിയയിൽ പലതരത്തിലുള്ള ഇതാണല്ലോ വരുന്നത്. ഒരുപാട് പേര് പറയുന്നു, എന്താ മീഡിയ ഒന്ന് തുറക്കുമ്പോ പറയുന്നു മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്നും വന്നില്ല, പക്ഷെ മീഡിയക്കാര് തന്നെ ഇങ്ങനെ പറഞ്ഞു മന്ത്രിയാക്കി. മാധ്യമങ്ങൾ എക്സ്പെക്ടേഷൻ ഉണ്ടാക്കിയെടുത്തു. അതൊരു ശരിയായ ഒരു പ്രവണതയല്ല, ഒഴിവാക്കേണ്ടതായിരുന്നു. അത് ആവശ്യമില്ലാത്ത ഒരു അവർക്ക് ഉറപ്പില്ലായിരുന്നെങ്കിൽ ഈ വാർത്ത കൊടുത്തവരെ വേറെ എന്ത് ഉദ്ദേശം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത് മാധ്യമങ്ങൾ
ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ പേരില്ലാത്തൊരു സ്ഥലത്ത് പേരുണ്ടാക്കി അതൊരു എക്സ്പെക്ടേഷൻ വളർത്തിയെടുത്തിട്ട് അതങ്ങനെ വരുമ്പോൾ അപ്പം മാധ്യമങ്ങളുടെ ഒരു ഐഡന്റിറ്റിയാണ് ബാധിക്കുന്നത്, അതെ അവരുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത്. അതെ അതെ. ഇപ്പം സാറിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും യൂത്തിന്റെ പ്രതീകമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഈ യൂത്തിന് ഇപ്പം കുറെ പേരൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡ് എന്ന് നമ്മളെ ഒന്നും ബാധിക്കുന്നതല്ല, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന രീതിയിലാണ് ഒരുപാട് യൂത്തുകൾ നടക്കുന്നത്. ഈ യൂത്തിനെ കൊണ്ടുവരാൻ എന്തെങ്കിലും ശ്രമം ഇനി തൊട്ടുള്ള കാലങ്ങളിൽ നടത്താൻ സാർ ശ്രമിക്കുന്നുണ്ടോ? യൂത്ത് എപ്പോഴും പൊളിറ്റിക്സിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. അതിപ്പോ ലോകത്ത് എവിടെയാണെങ്കിലും ഇപ്പൊ അങ്ങനെ പാർട്ടായി വന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം ജൻസി മൂവ്മെന്റ് നേപ്പാളിൽ നടത്തിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞു നടക്കുക. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെ. അപ്പം ഓരോ സമയത്തും ഓരോ മൂവ്മെന്റ് ഉണ്ടാവും. കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഒരു റെസ്റ്റ് ഉണ്ട് ഈ ജനങ്ങളുടെ ഇടയിൽ. കാരണം ഒരു എംപ്ലോയ്മെന്റ് ഇഷ്യൂസ്, അതുപോലെ റൈസിങ് പ്രൈസസ്, പെട്രോൾ പ്രൈസസ്. അപ്പം ജനങ്ങൾ എവിടെ പോയി അവരുടെ പ്രൊട്ടസ്റ്റ് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ മൂവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള സംശയമില്ല. ഇപ്പം MLA ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പുതുപ്പള്ളിയിൽ ഇനി വരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഒരു 3 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സാർ പറയുക? സ്പോർട്സിനെ സെന്ററാക്കി പുതുപ്പള്ളിയെ മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ ആ സ്പോർട്സ് സെന്ററാക്കി മാറ്റുന്നതിന്റെ പല എഫേർട്സ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം അത് ഇപ്പൊ തന്നെ ഞാൻ വണ്ടി ചെയ്ത് 2 ഡിസ്കഷൻസ് ഞാൻ നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും ഒന്ന് ഷുവറാണ്, ഒരു ടർഫ് ഉടനെ തന്നെ പാമ്പാടി ഭാഗത്ത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ വരും. പിന്നെ ഒരു സ്റ്റേഡിയം, 2 സ്റ്റേഡിയമാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഒന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഓൾമോസ്റ്റ് ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഐഡിയ കൂടി വന്നിരിക്കുക. ഓവറാണോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയും ഞാൻ ഓവറാണ്. പക്ഷെ ഓവറാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടാലല്ലേ, ഇപ്പൊ നമ്മള് സൂര്യനെ പറ്റി സ്വപ്നം കണ്ടാലേ ആകാശത്തോളം കൊണ്ട് എത്തുള്ളൂ. അപ്പൊ നമുക്ക് ആകാശത്തോളം എത്തണം. കാരണം നമ്മുടെ പിള്ളേര് മൊത്തം വിദേശത്ത് പോവാ. പുതുപ്പള്ളിയിൽ ആരുമില്ല, പുതുപ്പള്ളിക്കാര് മൊത്തം വിദേശത്ത്. അപ്പൊ വിദേശത്ത് പോയ ആൾക്കാരെ കാണാൻ എനിക്ക് സൗകര്യം. അത് നിർത്താൻ സമയം. അപ്പൊ നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കാനുള്ള അവസരം ഉണ്ടാണ്. അത് ഇങ്ങനത്തെ ഉള്ള എൻജിഒസിലൂടെ മാത്രമേ നമുക്ക് ഡ്രീം ചെയ്തേ പറ്റുള്ളൂ. ആ ഡ്രീം ചെയ്ത് നമുക്ക് ഡ്രീം നടപ്പിലാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ തൊഴിലിനേക്കാൾ കൂടുതൽ എല്ലാവരുടെയും എന്താ ഇൻകം ആണ്. ഇപ്പം നമ്മളെല്ലാവരും ഇതിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രേ കിട്ടുള്ളൂ, പക്ഷെ പുറത്ത് ചെയ്യുമ്പോഴത്തേന് അതിന് ഭയങ്കര വില കിട്ടുന്നുണ്ട്, സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നാടാണ് സന്തോഷവും സമാധാനവും. അത് എന്ത് വിട്ടിട്ട് അവിടെ പോകുന്നോർത്ത് എന്ത് കോസ്റ്റിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അവിടെ ഫൈനാൻഷ്യലായിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ മെറ്റീരിയൽ ബെനിഫിറ്റിന് അപ്പുറമാണ് എന്റെ സ്പിരിച്വൽ കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക കൾച്ചറൽ കോസ്റ്റ് ഞാൻ പറയും. നമ്മുടെ കൾച്ചർ നഷ്ടപ്പെട്ടു. അടുത്ത തലമുറയ്ക്ക് ആ കൾച്ചർ ഇല്ല. ഭാരതത്തിന്റെ കൾച്ചർ ഇല്ലാത്തൊരു തലമുറയെ നമ്മുടെ സമൂഹം മാറുക. അപ്പൊ അത് ഒരു വലിയ ലോസ് തന്നെയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച്. പിന്നെ ഇവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി നമ്മുടെ നാടിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ മൈൻഡ് ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കണം. 100 കോടി 150 കോടി ആൾക്കാർ, 100 ആയിരുന്നു ഒരു 20 വർഷം മുമ്പാണെങ്കിൽ, ഇന്ന് 150 കോടിയായി. ഈ 150 കോടി ജനതയെ സംരക്ഷിക്കാൻ ആര് സംരക്ഷിക്കും? ഈ 150 കോടിയെ സംരക്ഷിക്കാൻ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടുത്തെ സർക്കാരുകൾ അതിന് ശ്രമിക്കണം. അതിന് മലയാളിക്ക് കഴിവുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മലയാളി മൊത്തം വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇനി ലോകം ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ് എന്റെ ഐഡിയ, എന്റെ ആഗ്രഹം. നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാം. ഓക്കെ. എനിക്ക് സാറിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ? ഇല്ല, ഒന്നും ഇല്ല. എങ്ങനെ ഉണ്ടാകും? സൈക്കിൾ ചവിട്ടോ? സൈക്കിള് ഇത്രയും എക്സസൈസ് ചെയ്ത് സാറൊന്ന് പേടിച്ചു. ഇതെന്താ ഇങ്ങനെ ലിസ്റ്റ് ഒക്കെ ഇന്റർവ്യൂല് നടക്കാത്തായിരിക്കും. ഡോക്ടറാണോ? അല്ലല്ല, ഡോക്ടറേ അല്ല. ഞാൻ തിരിച്ചു ചോദിക്കാന്ന് വിചാരിച്ചു. ഇത്രയും ചോദിച്ചു. ഇത്രയും വ്യായാമം എല്ലാം ചെയ്യുന്നു. സൈക്കിൾ കുറവാ ആക്ച്വലി. ഞാൻ ഇലക്ഷൻ മാത്രമേ വർക്കൗട്ട് ഇതേപോലത്തെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ ഇപ്പൊ എടുത്തു വെച്ചേക്കാ. അസംബ്ലി പോയി. ഇനി ഞാൻ ദിവസം അസംബ്ലി പോകുന്നു. അങ്ങനെ ആക്കിയാണെന്ന് ആലോചിക്കുക. എന്നാലേ എക്സസൈസ് ആവത്തുള്ളൂ. അല്ലെ ഞാൻ മടി പിടിച്ചിരിക്കും. അതെ. ഈ സൈക്കിള് ചിലവരൊക്കെ നമ്മളിങ്ങനെ ഒന്നിന്റെ പോസിറ്റീവ് പറയുമ്പോ ഒരു സൈഡിൽ ഒരു നെഗറ്റീവ് എന്തായാലും പറയൂലോ. അപ്പൊ ചിലവര് പറയുമ്പോ ഇത് വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ്, അല്ലെങ്കിൽ നല്ല പയ്യൻ ചെമ്മയെന്നാണ്, അല്ലെങ്കിൽ സൈക്കിളിലൊക്കെ വരേണ്ട ആവശ്യം, അങ്ങനെ പറയുന്നവരോട് സാർ എന്താ പറയാ? വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ്, നല്ല പയ്യനാണ്. അതിന് ഒറ്റ വാക്കിലാകെ ഉത്തരം പറഞ്ഞ ഞാനെന്ത് പറയാ? അങ്ങനെ പ്രതികരിക്കണ്ടേ? അവര് ഹാപ്പി ആവട്ടത്. അവരുടെ റെസ്പോൺസ് നമ്മൾ അംഗീകരിച്ചു കൊടുത്ത ആ പ്രതികരണം അവിടെ തീർന്നില്ലേ? പിന്നെ പ്രശ്നം അവര് പറഞ്ഞോട്ടെ, അവരുടെ ഇഷ്ടമല്ലേ. എനിക്ക് ഇതാണ് സൗകര്യം, ഞാൻ ഉപയോഗിക്കുന്നു.
അവർക്ക് അങ്ങനെ ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് വെച്ചോട്ടെ, നോ പ്രോബ്ലം. നമ്മളതിന് അവരെ തടസ്സം, അവരുടെ ആഗ്രഹം പോലെ അവർ പറഞ്ഞോട്ടെ, എന്നെ പറ്റിയല്ലേ പറയുന്നത്. ഇലക്ഷൻ ടൈമില് പുതുപ്പള്ളി നടത്തിയത് ഓക്കെ, പക്ഷെ നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടി വരുന്നു. ഇലക്ഷൻ ഞാൻ ആ ഇലക്ഷൻ സൈക്കിൾ ചവിട്ടിയല്ലേ അസംബ്ലിയിലോട്ട് കയറുന്നത്. അതെ ആ ഇലക്ഷൻ ചവിട്ടിയിട്ടല്ലേ പുതുപ്പള്ളിയിൽ ജനം എന്നെ വോട്ട് ചെയ്തേ. അതെ ആ ഇലക്ഷനിൽ കയറി നിയമസഭയിൽ പോകുന്ന എന്താ തെറ്റ്? ഓക്കെ ഓരോ നെറേറ്റീവ്സ് ഉണ്ടാക്കുന്നതാ. അപ്പൊ ഞാൻ ആ ഇലക്ഷൻ ഭാഗമായിട്ട് 30 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇതേ സൈക്കിളെ ഓട്ടിയല്ലോ. പിന്നെ സൈക്കിൾ ഓട്ടി പോകുന്നതിന് എന്താ? ഇനി ദിവസവും പോയാലെന്ന് ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, ബ്ലോക്ക് കാരണം ദിവസം പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണ്, അതാണ് എന്റെ പ്രശ്നം. അപ്പം ഇതാകുമ്പോ ഒരു എക്സസൈസുമാണ്, പിന്നെ നമുക്കൊരു ഫ്രീഡമാ, നമുക്ക് ആൾക്കാരെ കണ്ടുപോവാം, എൻജോയ് ചെയ്ത് പോവാം. അവര് ചെറിയൊരു റിസ്ക് എലമെന്റ് ഉണ്ട്, ആക്സിഡന്റ്, അതിപ്പോ വണ്ടി ഓടിച്ചു പോലും ഉണ്ടല്ലോ. ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയായിരിക്കണം? ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കണോ, അതോ എങ്ങനെയായിരിക്കണം? അല്ലെങ്കിൽ നാടിന്റെ നന്മയ്ക്ക് ഇപ്പൊ ജനങ്ങൾക്ക് പലതും ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ അത് നാടിന്റെ വികസനത്തിന് വേണ്ടി നമുക്കത് ചെയ്തേ പറ്റൂ. ചിലപ്പോൾ അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അപ്പം അതെങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ എപ്പോഴും ആരുടെ പൾസാണ് മനസ്സിലാക്കേണ്ടത്? റിപ്പബ്ലിക്കിന്റെ പൾസ് തന്നെ, വേറെ ആറ് പൾസ്. കാരണം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാത്ത ഒരാൾ പൊളിറ്റീഷ്യൻ അല്ല ശരിക്കും പറഞ്ഞു. നമ്മുടേതായ വിംസ് ആൻഡ് ഫാൻസീസ് നടപ്പിലാക്കാൻ വേണ്ടി ആവരുത് നമ്മൾ പൊളിറ്റിക്സ് വരുന്നത്. ജനങ്ങളുടെ ഇഷ്ടം, ജനഹിതം അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് പൊളിറ്റിക്സ്. ബാക്കി ഒന്നിനും വേണ്ടിയല്ല. അങ്ങനെ ബാക്കി നോർമൽ ലൈഫ് ഉണ്ടാവണമല്ലോ ഒരാൾക്ക്. പക്ഷെ സ്വാഭാവികമായിട്ടും അതൊക്കെ പബ്ലിക് ഹിതം കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ സാർ ഇപ്പം MLA ആയിട്ട് ഇരിക്കുന്ന പുതുപ്പള്ളി മണ്ഡലത്തില് എന്ത് തീരുമാനങ്ങൾ എടുത്താലും അത് ജനങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടാണോ, അത് അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ആഗ്രഹത്തിനോട് എങ്ങനെയായിരിക്കും സാറിന്റെ ഒരു രീതിയിൽ? സാർ എങ്ങനെയാണ് പുതുപ്പള്ളിയിലെ ഒരു മാറ്റം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്നാണ്? ഇപ്പം ഈ സ്പോർട്സിനോടുള്ള ഒരു താല്പര്യം എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം എന്റെ ഫസ്റ്റ് ഇലക്ഷന്റെ അവസാനത്തെ സമയത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞത്, മോനെ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. അന്ന് തൊട്ടാണ് ഈ ഐഡിയയിലേക്ക് വന്നത്. പിന്നെ വീട് തുടങ്ങാനുള്ള കാരണം, വീട് വെക്കാൻ തുടങ്ങാന്ന് വെച്ചാൽ ആൾക്കാരുടെ ഒരു ഡിമാൻഡ് ഇങ്ങനെ വന്നു. പിന്നെ എടുത്ത് ഞാൻ ആൾക്കാർ. അപ്പം അങ്ങനെയാണ് വീട് വെക്കുന്ന പ്രോസസ്സിലേക്ക് വന്നത്. അപ്പൊ രണ്ടും ഒരു കൺസൾട്ടേഷന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ എന്റെ ഫാദർ തുടരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളത്. എനിക്ക് അതങ്ങോട്ട് കൊണ്ട് തുടങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, എന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് ബാലൻസ് വന്നിരിക്കുന്നത് ഉപയോഗിച്ച് ഇത് എല്ലാം തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സാർ എങ്ങനെ പൊതുവെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു പണ്ടൊക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ഒരു എടുത്തുചാട്ടമുണ്ട്, ഇല്ല ഞാൻ പറയത്തില്ല. അതേതൊക്കെ കാര്യങ്ങളില്ല? ഒരാളെ ഹെൽപ്പ് ചെയ്യണം തോന്നിയാൽ ഞാൻ ചിലപ്പോൾ എടുത്ത്. നല്ല കാര്യമാണല്ലോ. എപ്പോഴും നല്ല ആവണമെന്നില്ല, അവതരിപ്പെടാം. ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കൂല. ചിലപ്പോ ഞാൻ ഇമ്പൾസീവ് ആയിട്ട് കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കും. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്ന കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ എടുത്ത് ചാടിയിരിക്കും. അതെന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ ഈ 50 വീടെന്നുള്ള ഒരു കുഴപ്പത്തിലാണ് ഞാൻ ചാടിയത്. പക്ഷെ ലാർജർ ഗുഡ് നോക്കുമ്പോൾ എടുത്ത് ചാടിയെങ്കിലും എനിക്കൊരു വ്യൂ പോയിന്റ് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചു. എന്റെ എലക്ഷൻ തന്നെ ഇപ്പൊ ഈ എലക്ഷൻ ക്യാമ്പയിൻ ഇങ്ങനെ എത്തിയതിന്റെ കാരണം, ഈ സൈക്കിളും ഈ ഒരു പോസ്റ്ററും ഫ്ലെക്സും വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ കാരണമൊക്കെ ഈ ഒരു എക്സ്പീരിയൻസും ഈ 50 വീട് പണിയാൻ പോയത് കൊണ്ടാണ്. അപ്പൊ അതൊരു പോസിറ്റീവ് സൈഡിലാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് 1 crore എന്താ പറയാ എനിക്ക് കിട്ടി. അങ്ങനെ 79 ലക്ഷം ഞാൻ ലാഭിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. സാറിനെ കാണുമ്പോ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സാർ എന്താ കല്യാണം കഴിക്കാത്തെ? എന്താണ് കല്യാണം കഴിക്കാത്ത? അയ്യോ, ഇങ്ങനെ പല കമന്റ്സ് ഞാനിപ്പോ വരുന്നതൊക്കെ. എന്താ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത്? സാർ വരുന്നോണ്ട് കുറച്ച് ഭംഗിക്കൊക്കെ. ഓരോരുത്തർക്കും ഓരോ രീതികളാ, ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാ. അത് ഇതും തമ്മിൽ ആരും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ താങ്കൾക്കല്ലേ, ഞാൻ എന്റെ വ്യൂ പോയിന്റിൽ അതെല്ലാം ഒന്നാ. ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആണ്. ഇപ്പൊ എനിക്ക് എന്റെ ഡ്രസ് ഇടണം. ചോദിച്ചത് സാറിനോട് സ്നേഹമുള്ള, ഞാനും സ്നേഹം കൊണ്ടാ പറഞ്ഞു. ഇപ്പൊ അല്ലെങ്കിൽ ട്രോള് വരും എനിക്ക്, എന്നൊക്കെ എന്താ ഇത്ര ആഗ്രഹം കെട്ടിപ്പിക്കാനായിട്ടെന്ന്. അല്ല, അങ്ങനെ കുറെ അമ്മച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ചോദിക്കാം, എല്ലാരും ചോദിക്കാറുണ്ട്. എന്താ സാർ ചെറുപ്പക്കാരും ചോദിക്കാറുണ്ട്, എന്നെ പോലുള്ളവർ ചോദിക്കാറുണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഇവരുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നതല്ലേ. അതാണ് ഒരു വീൽഡ് ഇന്റർഫിയറൻസ്. അത് വളരെ മറച്ചിട്ട് ഞാനല്ല, ആ നാട്ടുകാരെ ചോദിക്കുക. സത്യം പറഞ്ഞ ഉള്ളിലെ ചോദ്യമാണ് പുറത്തു വരുന്നത്. അത് എനിക്കും ആഗ്രഹമുണ്ട്, എന്താ കല്യാണം കഴിക്കാത്ത? എന്തിനാ ഡ്രസ് ഇടുന്നത് ചോദിച്ചപ്പോ, ഈ ഡ്രസ് ഇട്ടത് ചോദിച്ചപ്പോ അതിന് പറയാൻ മറുപടി ഇല്ലല്ലോ. അതേപോലെ ഇതിനും മറുപടി ഇല്ല. എന്നെ ഏറെ കേട്ടല്ലോ, ആൻസർ പറഞ്ഞു.
ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നിയിട്ടില്ല? ഒന്നാമത് ഇത്രയും ഒരു ടെൻഷൻ പിടിച്ച ഒരു കരിയർ, അല്ലെങ്കിൽ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ആക്കണം, അങ്ങനെ തോന്നിയിട്ടില്ല? പാർട്ട്ണർ വേണമെന്ന് ചിന്തിച്ചിട്ടില്ല? എന്തിനാ പറയുന്നത്? അങ്ങനെ പറയല്ല, അയ്യോ ഞാൻ ഓക്കെ. സ്പേസിൽ പോകുന്ന നല്ലതല്ലേ? സ്പേസ് പക്ഷെ അപ്പൊ മനസ്സിൽ ആരോ ഉണ്ട്, അല്ലെങ്കിൽ സാറിന്റെ മറ്റ് ഇന്റർവ്യൂസിലൊക്കെ സാറ് നല്ല വ്യക്തമായിട്ട് ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ എനിക്ക് അതിനെപ്പറ്റി ഇപ്പൊ ചിന്തിക്കാറായിട്ടില്ല, ഞാനിപ്പം അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്ന സാറാണ്. അപ്പൊ എന്തോ ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, എന്റെ വിചാരം സത്യമാകട്ടെ അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ, അത് ആ സൈഡിൽ നിൽക്കട്ടെ. ഈ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോ ചാണ്ടിയുമ്മൻ എന്താണ് യഥാർത്ഥ ചാണ്ടിയുമ്മൻ എന്താണ്? ഒരു പേഴ്സണൽ ലൈഫ്, പൊളിറ്റിക്കൽ കരിയർ മാറ്റി വെച്ചോട്ടെ, യഥാർത്ഥ സാഹചര്യമില്ല, എല്ലാം ഇപ്പം മിക്സ്ഡ് ആണ്. അല്ലെങ്കിൽ ആ ഒരു വേർഡ് മാറ്റി വെച്ചോട്ടെ. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇത് തന്നെയാ. ആ ഓക്കെ. ഞാനിപ്പോ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. പപ്പയുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി പപ്പ രാവിലെ 2 മണിക്ക് നോക്കി ലൈക്ക് ഫയൽസ് ചെക്ക് ചെയ്തിട്ട് പിന്നെയും വെളുപ്പിനെ ചെക്ക് ചെയ്ത് ആരോഗ്യം പോകുന്ന പേടിച്ചിട്ട് ഫയൽസ് ഒക്കെ മാറ്റി വെച്ച ഒരു ചാണ്ടിയുമ്മനെ എനിക്കറിയാം. അപ്പൊ ആ ചാണ്ടിയുമ്മൻ ഇപ്പൊ ഫുൾ ടൈം അച്ഛന്റെ പപ്പേനെ പോലെ തന്നെയാണോ 24 മണിക്കൂറും? ഇപ്പം സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സാഹചര്യം ഞാൻ ഇപ്പൊ മനസ്സിലാക്കും. ഞാൻ MLA ആയിട്ട് എനിക്ക് ഇത്രയും വർക്ക് ഹെക്ടിക് ആണ്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്തായിരുന്നു ഊഹിക്കാന്ന്. അതെ, ഓക്കെ. ഈ ഹെക്ടിക് ആവുന്ന സമയത്ത് ഒന്ന് റിലാക്സേഷൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു റിലാക്സ് ടൈം ഉണ്ടോ? ആക്ച്വലി ഈ ഫോണാണ് ഏറ്റവും വലിയ ഒരു ഹേർഡിൽ. ആ ഫോൺ ഒന്ന് ടാക്കിൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഫോൺ എന്റെ സ്ലീപ്പിനെയും ഒക്കെ എഫക്ട് ചെയ്യണം. അപ്പം കാരണം ഫുൾ ടൈം എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇങ്ങനെ നോക്കുകയാണ്. കാറിലിരുന്നാലും ട്രെയിനിലിരുന്നാലും വീട്ടിൽ വന്നാലും ഫുൾ ടൈം ഫോണിലാണ്. അതാണൊന്ന് കട്ട് ഷോർട്ട് ചെയ്യേണ്ടത് എനിക്കൊരു ആഗ്രഹം. ഫോൺ ചെക്ക് ചെയ്യാൻ ഒരു ടൈമിംഗ് അല്ലേ? പക്ഷെ ആൾക്കാരിങ്ങനെ കണ്ടിന്യൂസ് കോൾസും കണ്ടിന്യൂസ് ആയിട്ടുള്ള വാട്സപ്പ് മെസ്സേജിങ്ങും ആകുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാനും പറ്റത്തില്ല. പക്ഷെ അതൊരു നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണോ എന്ന് എനിക്ക് സംശയം നിൽക്കുകയാണ്. അതെ അതെ അതെ. പപ്പയുടെ ഹെൽത്ത് നോക്കിയ ചാണ്ടിയുമ്മന്റെ ഹെൽത്ത് ഇപ്പൊ നോക്കാൻ തുടങ്ങിയോ? എങ്ങനെയാ? ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്റെ ഒരു. കാരണം ഈ ഫോൺ ഒരു പോയിന്റ് കഴിഞ്ഞാൽ മാറ്റി വെക്കണമെന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അത്രയ്ക്ക് കോൾസും കാര്യങ്ങളും എല്ലാം നമുക്ക് പഴയ ഫോൺസിലോട്ട് പോകാനും പറ്റുന്നില്ല. അതെ മറ്റേ ഇങ്ങനെ കറക്കി കറക്കി വിളിക്കുന്നത് അത് ഇത്ര അതെ, അത് ടെൻഷൻ അടിക്കണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പൊ റിലാക്സ് ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ടൈമിൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഹോബി ഏതാ? അപ്പാർട്ട് ഫ്രം സ്പോർട്സ് ആക്ടിവിറ്റി? ട്രാവലിംഗ് ഇഷ്ടം, ബുക്സ് ആണ് എനിക്ക് ഇഷ്ടം. ട്രാവലിംഗ് ആയതുകൊണ്ടാണ് എനിക്ക് പൊളിറ്റിക്സ് ഏറ്റവും ഇഷ്ടം. എപ്പോഴും ട്രാവൽ ചെയ്യാം. നടക്കാൻ തുടങ്ങുമ്പോൾ അതായിരിക്കും ഏറ്റവും ഇഷ്ടം. അങ്ങനെ ട്രാവൽ ചെയ്ത് കവർ ചെയ്ത എങ്ങനെ സ്ഥലങ്ങളുണ്ടോ? ട്രാവല് ഇപ്പം ഈ സർവ്വ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റിയത്. അപ്പം അത് ഒത്തിരി നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നിട്ടുണ്ട്. ട്രാവലിംഗും ബുക്ക് വായിക്കലും അതാണ് ലോകം. അല്ലാതെ വേറെ ഫിലിം കാണാൻ ഫിലിംസ് ഇപ്പം ഇച്ചിരി കാണുന്നുണ്ട്. റിപ്പീറ്റ് ആയിട്ട് കാണാൻ തോന്നുന്ന ഒരു മൂവി എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ബാഹുബലി. ബാഹുബലിയാണ്. അത് കാണുമ്പോ ഒരു പവർ. എനിക്ക് ബാഹുബലിയുടെ ബീജി ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു പവർ സാറിന് വരാറുണ്ടോ? ആ മൂവി കാണുമ്പോ സാറിന് അങ്ങനെ വരാറുണ്ടോ? ഒരു സന്തോഷമുള്ള ഒരു മൂവിയാണത്. കാരണം അൾട്ടിമേറ്റ്ലി ജയം സത്യത്തിനായിരിക്കും എന്നുള്ളൊരു സ്റ്റോറിയാണല്ലോ അതിനകത്ത്. സാറ് ജയിച്ചതിന് ശേഷം ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, നമ്മൾ ജയിച്ചു അപ്പാന്നും പറഞ്ഞ്. അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അല്ലേ, എനിക്ക് തോന്നുന്നു ഇനി അത് പോകാത്ത ഏരിയകളില്ല. ആ ഒരു ഒറ്റ പോസ്റ്റ് അത് അപ്പ ഇട്ടപ്പോ മനസ്സിൽ തോന്നിയ ഒരു വികാരം എന്തായിരുന്നു? അല്ല, അദ്ദേഹത്തിന് കിട്ടിയൊരു മാൻഡേറ്റ് ആണ് ഞാനിത് കരുതുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചാണ് 140 സ്ഥലത്തും കാൻഡിഡേറ്റ്സ് വോട്ട് പിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് നീതി കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തിയത്. നീതി കിട്ടി, അതാണ് എന്റെ വിശ്വാസം. പപ്പയ്ക്ക് വേണ്ടിയാണ് എല്ലാം സമർപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ. 140 സ്ഥലത്തും അദ്ദേഹം മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ നീതിയാണ്. കാരണം അദ്ദേഹം ആഗ്രഹിച്ചൊരു കാര്യമാണ് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് പഠിച്ച പൊളിറ്റിക്കൽ കരിയർ ഈ സ്വഭാവം പാടില്ല എന്ന് പഠിച്ച ഒരു പാഠം എന്താണ്? അല്ലെങ്കിൽ സാറിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്താണ്? പാടില്ലെന്നോ ആ സ്വഭാവം വേണമെന്നോ? അല്ല, വേണമെന്നുള്ളതും പാടില്ലാത്ത ഒരു സ്വഭാവം. എന്റെ സ്വഭാവം പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ, ക്ഷമ തന്നെയാണ് രണ്ടും. വേണമെന്നുണ്ട്, വേണ്ടെന്നുണ്ട്. ചില സമയത്ത് വേണം ക്ഷമ, വേണം ചില സമയത്ത് എക്സ്ട്രീംലി
ഒരു കാമായിട്ടുള്ള. കാമായിരുന്നുണ്ടാകും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അധികം ചീറ്റൊന്നും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ആ, ഒരു എനിക്ക് തോന്നുന്നു വാക്കും കൊണ്ട് പോലും സംസാരിക്കാൻ സമയമില്ലല്ലോ, അതെ. സംസാരിക്കാൻ. ഓക്കെ. ഈ പ്രതിച്ഛായ മൂവി കണ്ടിരുന്നോ സാറ്? കാരണം സാറിന്റെ ഒരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടിറങ്ങി. ആ മൂവി കണ്ടതിന് ശേഷം എന്താണ് മനസ്സിലേക്ക് വന്നത്? തീർച്ചയായിട്ടും ഒരു നല്ലൊരു മൂവിയാണത്. അത് പക്ഷെ അപ്പയുടെ കഥയാണെന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതെ അതെ. എന്നാലും എന്തോ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. റിഫ്ലക്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഞാനൊരു മൂവി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ആ, ഓക്കെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു ഫിലിം. ഓക്കെ. ആ, ആരായിരിക്കും ആക്ടേഴ്സ് ഒക്കെ ആരായിരിക്കും? അതിപ്പോ നിങ്ങൾക്ക് പറയും, നിങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ടല്ലേ അടിച്ചു കളി. എക്സ്ക്ലൂസീവ് തന്നോ? കുഴപ്പമില്ല. ആയിട്ടില്ല, ഇല്ല, ജസ്റ്റ് ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ അതില് പല സത്യങ്ങളും നമ്മൾ അറിയാൻ പോയി. നമുക്കൊരു അത് പേര് വെച്ച് വേണം അതൊക്കെ തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ. മിക്കവാറും പേര് വെച്ച് തന്നെ ആയിരിക്കും. പേര് വെച്ച് തന്നെ ആയിരിക്കും. ഇപ്പം വിജയ് ജനനായകനൊക്കെ ഇപ്പം അത് ബ്ലോക്ക് ആക്കി വെച്ചേക്കാണ്. അത് പക്ഷെ അത് വേറെ ലെവലിലുള്ള ഇതല്ല. ഓക്കെ. അപ്പൊ അത് ഈ വർഷം തന്നെ ഉണ്ടോ? പ്ലാനിങ്ങിലുണ്ടോ? പ്ലാനിങ്ങിലാണ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ സാറ് തന്നെയാണ് ഡയറക്ഷനും കാര്യങ്ങളും എല്ലാം? ഞാനൊന്നുമല്ല, അതിനകത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. ആൾക്കാരാണ്. ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ എന്താ പറയാ, ഈ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫൗണ്ടേഷന്റെ എഫേർട്സിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫിലിം. ഓക്കെ ഓക്കെ. നമുക്ക് മാക്സിമം ആൾക്കാരെ എന്നെ കൊണ്ട് ചെയ്യാവുന്നത്ര സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഫൈനാൻഷ്യലായിട്ടൊരു അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു പ്രവർത്തനം കൂടെ നടത്തുന്നത് ആഗ്രഹിക്കും. ഓക്കെ. വി ആർ വെയിറ്റിംഗ്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ സാർ ഇപ്പൊ സ്കൂളിലും കോളേജസിലൊക്കെ നമുക്ക് പലതരം അവയർനെസ് ക്ലാസ്സസ് കിട്ടാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവയർനെസ് അല്ലെങ്കിൽ നമ്മളും റെസ്പോൺസിബിൾ, ഇപ്പം ഞാനൊക്കെ വെച്ച് റെസ്പോൺസിബിൾ സിറ്റിസൺ ആണോ എന്ന് വെച്ചാണ്, പക്ഷെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. സോ ആ ഒരു അവയർനെസ് യൂത്തിന്റെ ഇടയ്ക്കിലേക്ക് കൊണ്ടുവരാൻ സാറിന് എന്തെങ്കിലും ശ്രമം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ശ്രമം ഉണ്ടാവാൻ പറ്റുമല്ലോ. ബിക്കോസ് നമുക്കൊരു ചെറുപ്പക്കാർക്ക് മാറ്റം ആഗ്രഹിക്കണം അവർ. പക്ഷെ അതിന് ഡയറക്ഷൻ കൊടുത്താൽ മാത്രം മതി. അവർക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവർക്ക് ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല. അത് കോളേജസില് സ്കൂൾസില് ടീച്ചേഴ്സിന് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അത് പഠനത്തിലൂടെയാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ദേ ക്യാൻ ഡു ഇറ്റ്. ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. ഇപ്പം നമ്മുടെ എല്ലാവരുടെ യൂത്തിന്റെ ഇപ്പൊ വി ഡി സതീശൻ സാറിന്റെ എടുത്ത് നോക്കുമ്പോൾ, ശ്രീ വി ഡി സതീശൻ സാറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴാണ് എല്ലാവരും ധാരണ, അല്ലെങ്കിൽ മിക്കവാറും നമ്മൾ സ്കൂൾ കോളേജ് ടൈമിലൊക്കെ പൊളിറ്റിക്കലി കയറണമെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, വെറുതെ ഈ കുല സിന്താബ് അല്ലെങ്കിൽ ജയിക്കുന്നൊക്കെ വിളിച്ച് നടന്നാൽ മതി. പക്ഷെ പൊളിറ്റിക്സിൽ ശരിക്കും ഒരു അറിവും വിദ്യാഭ്യാസം അല്ലെങ്കിൽ ക്വാളിഫിക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖല തന്നെയാണോ ഈ പൊളിറ്റിക്കൽ ഫീൽഡ്? ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് കാലക്രമേണ വർദ്ധിച്ചു വരുത്തിയുള്ളൂ. ഓക്കെ. സാർ എന്തൊക്കെയാ പഠിച്ചേക്കുന്നത്? ഇപ്പം 3 മാസ്റ്റേഴ്സും 2 ഡിഗ്രീസും ആഹാ, അത്രേ ഉള്ളൂ. ഞാൻ കമ്പയർ ചെയ്യുന്നത് അംബേദ്കറുമായിട്ടാണ്. അംബേദ്കറായിട്ടാണോ? ഞാൻ കമ്പയർ ചെയ്യുന്നത് അംബേദ്കറുമായിട്ടാണ്. ഞാൻ കുറച്ച് കമ്പയർ ചെയ്യാറില്ല. ഞാൻ അംബേദ്കർ, അദ്ദേഹത്തിന് എന്റെ അറിവിൽ 30-ൽ ഏറെ ഉണ്ടെന്നാണ്. ഉണ്ടോ? അപ്പൊ എന്റെ കമ്പാരിസൺ അങ്ങോട്ടാണ്. പിന്നെയും ഞാൻ ഇത്ര ആയിട്ടുള്ളൂ എന്ന് അദ്ദേഹമായിട്ട് വെച്ച് നോക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് ആ പവർ കിട്ടിയോണ്ട്. എഡ്യൂക്കേഷൻ ആണ് റിയൽ പവർ. ആ പവറിലുകൊണ്ട് ഇന്നും അദ്ദേഹം എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എറ്റേണൽ. അത് നിത്യതയിലേക്കുള്ള ഒരു ബുക്കാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഈ രാജ്യത്തിന്റെ പരമാധികാരത്തിനും ശക്തി പകരുന്ന ഒരു ബുക്കാണ്. അപ്പൊ അദ്ദേഹം ആണ് നമ്മുടെയൊക്കെ മാതൃക. ഓക്കെ. അംബേദ്കർ സാർ. അപ്പൊ ഇനിയും എടുക്കാൻ ആഗ്രഹിക്കുന്നു? ഡോക്ടറേറ്റ് എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിങ്ങനെ ഇപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്പർച്യൂണിറ്റി അത് ഞാൻ കരുതുക. ഓർമ്മിപ്പിച്ചേ. ഏതാ സ്പെഷ്യലൈസ് ചെയ്യുന്നേ? ഒന്നിപ്പം ഈ ഒരു സർവ്വ സമ്മേളനം നടത്തിയോണ്ട് എല്ലാ മതങ്ങളുടെ സാരാംശം ഒന്നാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഐ വോണ്ട് മേ ബി അങ്ങനെ ഒരു പോസിബിലിറ്റി. അല്ലെങ്കിൽ എന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ഈ രണ്ടിലേത് വേണേ ആവാം. ഡോക്ടറേറ്റ്. ഓ മൈ. അപ്പൊ ഡോക്ടർ ചാണ്ടി ഉമ്മൻ എടുത്തിട്ടില്ല, ആലോചിച്ചേ ഉള്ളൂ. അതിനു മുമ്പ് നാക്ക് കരുന്നാക്ക ചിലപ്പോ ആയാലോ. അപ്പൊ എന്നെ സ്മരിക്കണം കേട്ടോ സാറ്. അന്ന് ഒരു ഇന്റർവ്യൂ ചെയ്ത കുട്ടി പറഞ്ഞു ഞാൻ ഡോക്ടർ ആവുന്നൊക്കെ. അപ്പൊ ഈ പഠിത്തത്തിന് എങ്ങനെ ടൈം കണ്ടെത്തും? ഇനിയിപ്പോ ഡോക്ടറേറ്റ് ഒരുപാട് റിസർച്ച് ചെയ്യണം, ഒരുപാട് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, MLA ജനങ്ങളുടെ പ്രശ്നം മാനേജ് ചെയ്യാൻ നോക്കാം. ഏതിൽ ഇപ്പൊ സാറി 3 മാസ്റ്റേഴ്സ് എടുത്തേക്കണം? ഏതിലാ? ഒരു ഹിസ്റ്ററി. ഓക്കെ. ഹിസ്റ്ററിയില്. ഓക്കെ. പൊളിറ്റിക്കൽ സയൻസ് എടുത്തെങ്കിലും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല.
അതാ പ്രശ്നം. ഓക്കെ. ഇതിന്റെ ഒരു ഇഷ്യൂ അതാണ്. ഓ. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ വ്യാപൃതമായി നിൽക്കുവാണല്ലോ സമയം. ഓക്കെ. ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്ത് ഞാൻ ഒരു ആർട്ടിക്കിൾ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കടന്ന് പരക്കം പായുന്ന ഒരു ട്രോളാണ്. ട്രോളല്ല, ഒരു അലിഗേഷൻ അല്ല, സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ചോദിക്കാം സാറിനോട്. ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്താണെങ്കിൽ വി ഡി സതീശൻ സാറിനെ മന്ത്രിസ്ഥാനം കൊടുത്തില്ല, അങ്ങനെ ഒഴിവാക്കി. ഇപ്പം വി ഡി സതീശൻ സാർ മുഖ്യമന്ത്രി ആയപ്പോഴത്തേനും ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അങ്ങനെ ഒരു അങ്ങനത്തെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പാരിസൺ ഒന്നും അത് ശരിയല്ല. അന്നത്തെ സാഹചര്യം അന്ന് അത്. ഇന്നത്തെ സാഹചര്യം വേറെ എന്താ ഇദ്ദേഹത്തിന് അറിയാം. അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം ഓഫർ ചെയ്തേ, അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞേ. ശ്രീ വി ഡി സതീശന് സ്പീക്കർ സ്ഥാനം എന്റെ ഫാദർ ഓഫർ ചെയ്തിരുന്നു. അത് ശ്രീ വി ഡി സതീശനാണ് വേണ്ടെന്ന് പറഞ്ഞത്. മിനിസ്റ്റർ സ്ഥാനം ഓഫർ ചെയ്യാൻ പറ്റിയില്ല. കാരണം സോഷ്യൽ ഇക്വേഷൻസും ചില എന്താ പറയാ, എല്ലാ ഇക്വേഷൻസ് ശരിയായിട്ട് വരുമ്പോഴത്തേക്ക് അതിന് സാധിച്ചില്ല. അപ്പൊ ഫാദർ സ്പീക്കർ സ്ഥാനം ഓഫർ ചെയ്തു. ഞാനും അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് എടുക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ കാരണം ഉണ്ടായിരുന്നു എടുക്കാതിരിക്കാൻ. അപ്പൊ ഞങ്ങൾ തമ്മിൽ വളരെ കോർഡിലായിട്ടുള്ള റിലേഷൻസ് ആണ്. കോർഡിലായിട്ടുള്ള റിലേഷൻസും അതുപോലെ തന്നെ നല്ല ബന്ധവും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് പറഞ്ഞല്ലോ ഒരാൾ എടുക്കണമെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ തന്നു. അപ്പൊ അന്നത്തെ സാഹചര്യം അത്. ഇന്ന് പാർട്ടിക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് രണ്ടും ഇങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും കണക്റ്റഡ് ആണെന്ന് അങ്ങ് സ്വാഭാവികമായിട്ട് ഊഹിക്കുക. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഒരാൾ സ്വയം വേണ്ടാന്ന് പറഞ്ഞ കാര്യമാണ് അത്. അദ്ദേഹത്തിന് അറിയാതെ മന്ത്രിസ്ഥാനം നടന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ സ്പീക്കർ സ്ഥാനം ഓഫർ ചെയ്തു, അത് ഏറ്റെടുത്തില്ല. ഇന്ന് ഇത് വേറെ സാഹചര്യത്തിൽ എനിക്കൊരു ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് തുടക്കം തൊട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഓഫറേ ഉണ്ടായില്ല. വ്യത്യാസം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ രണ്ട് ആർഗ്യുമെന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ തിരക്കുണ്ട്. എല്ലാവർക്കും വന്ന് പ്രസ് മീറ്റിൽ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അത് ഇതാണ് അങ്ങനെ ഇതാണ്. അപ്പം മാധ്യമക്കാരെ അതങ്ങ് പ്രസ്താവിച്ചങ്ങ് ശരിവെക്കാൻ പറ്റില്ല. അന്ന് അത് ഏറ്റവും അർഹനായ ആളായിരുന്നു അദ്ദേഹം. കാരണം അന്ന് അത് തിളങ്ങി നിൽക്കുന്ന സമയം. കാരണം എന്റെ ഫാദർ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അസംബ്ലിയിൽ പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും അവസരം കൊടുത്തത് എന്റെ ഫാദറാണ് അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ഏറ്റവും അർഹനായതുകൊണ്ടാണ് ഞാനും അദ്ദേഹത്തോട് പറഞ്ഞ് എടുക്കണം, നല്ലൊരു പൊസിഷൻ അല്ലേ എന്ന്. പക്ഷെ അദ്ദേഹത്തിനായ കാരണം പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്താ കാരണം പറഞ്ഞു, അത് പറയുന്നില്ല. അദ്ദേഹത്തിനായ കാരണം ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ സാഹചര്യം അത്, ഇന്നത്തെ സാഹചര്യം വേറെ. അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് അൺഫോർച്ചുനേറ്റ് ആണ്. ഇപ്പൊ നമ്മൾ കുറച്ച് പേരോടൊക്കെ സംസാരിക്കുമ്പോൾ പലർക്കും നമ്മൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പറയാൻ മടിയുള്ള ഒരു പക്ഷം ഒരു ജനതയുണ്ട് നമ്മുടെ ഇടയിൽ. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ അത് മറച്ചു വെക്കാം, അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഇരിക്കാം. അങ്ങനെ മറച്ചു വെക്കേണ്ട അല്ലെങ്കിൽ ഉള്ളിൽ ഇരിക്കേണ്ട ഒരു സംഭവമാണോ നമ്മുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? എല്ലാരും പൊളിറ്റിക്സ് ഉള്ളവരല്ലോ. അവർക്ക് ഇപ്പൊ എല്ലാ കാര്യവും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ അതിന്റെ കോൺസിക്വൻസ് അവർ ഫിയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ന് എന്റെ അടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ ജയിച്ചപ്പോൾ ഹി പുട്ട് എ കമന്റ്, ഹീസ് എ ഗവൺമെന്റ് സർവന്റ്. പുള്ളി ഒരു കമന്റ് ഇട്ടു, കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. പുള്ളിയെ 2.5 വർഷമായിട്ട് അട്ടപ്പാടിക്ക് അടിച്ചിരിക്കും. അപ്പൊ ആ പൊളിറ്റിക്സിന് അങ്ങനെ ഒരു ബാക്ക് സൈഡ് കൂടെ ഉണ്ട്. അപ്പൊ എനിക്കൊരു കമന്റ് ഇട്ടെന്ന് പറഞ്ഞ് ഇവര് അട്ടപ്പാടിക്ക് അടിച്ചാൽ എന്താണ് രാഷ്ട്രീയത്തിന്റെ ഒരു കടന്നുകയറ്റം? അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും റിവീൽ ചെയ്യണമെന്നില്ല അവരുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിലീഫോ. കാരണം അവർക്ക് കോൺസിക്വൻസ് ഉണ്ടായി, ഇതേപോലെ തെറ്റായ കോൺസിക്വൻസ്. ഒരു കമന്റ് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞതിന്. നമ്മുടെ പൂക്കി CM ശ്രീ വി ഡി സതീശൻ സാർ ഇപ്പൊ എന്താ പറയാ, വേൾഡ് തന്നെ ഫേമസ് ആക്കി മാറ്റിയ ഒരു പൂക്കി CM ആയി മാറിയിരിക്കുകയാണ്. ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞോ വി ഡി സാറിനോട് എന്തെങ്കിലും സംസാരിച്ചു? കണ്ടാലും സമയമില്ലല്ലോ. പുള്ളി ഇന്നലെ പൂക്കിയായിട്ട് പുള്ളിയെ കണ്ടു കെട്ടിപ്പിടിച്ചു പോന്നു. ആ വീഡിയോ കണ്ടപ്പോ അമ്മയുടെ ഒക്കെ പ്രതികരണം എന്തായിരുന്നു? ഫോളോ ചെയ്യുന്ന ആളല്ല, ഫോളോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ഓക്കെ. അല്ല, അത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ഒരു എക്സ്പ്രഷൻ ഇപ്പൊ എന്തോരം പേരെ റീക്രിയേറ്റ് ചെയ്യുന്നത് പലതും വെച്ചിട്ടുണ്ട്. ഫോളോ ചെയ്തില്ല. സാറിന് അത് കണ്ടപ്പോൾ എന്താ കൊറേ റീക്രിയേറ്റ് വീഡിയോസ് റീൽസ് ഒക്കെ കാണും. ക്രിയേറ്റിവിറ്റി അല്ലേ മലയാളിയുടെ പ്രത്യേകത. അപ്പൊ ഞാനും കുറച്ച് അനുഭവിച്ചത്. ഞാനെന്തോ ഇവിടെ രാഹുൽജി വന്നപ്പോഴത്തേക്ക് എന്തോ അവിടെ കൈ കാണിച്ചതെന്ന് പറഞ്ഞു അതിന്റെ പേരിൽ കുറെ അതെ. പിന്നെ സാറ് ഡാൻസ് കളിക്കുന്നത്, പിന്നെ തൂണി ചാരി വെക്കുന്നതായാലും ഒരു മ്യൂസിക് ഇട്ട് വെക്കുമ്പോഴത്തേനും അതൊരു ഫണ്ണി. ഈ ഡാൻസ് ഒക്കെ എന്താ ഭയങ്കര ഡാൻസർ ആണോ? ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. എന്റെ ഒരു 6, 7, 8 രാവിലെ സമയത്ത് സ്കൂളിൽ പഠിച്ച സമയത്ത്
ഞാൻ ഗ്രൂപ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഓക്കെ. ആ ഒരു ഗ്രൂപ്പ് ഡാൻസിൽ നിന്നാണ് ഇത്രയും സ്റ്റെപ്പുകൾ ഈ പറഞ്ഞത്. കോളേജിലൊന്നും ഞാൻ കളിക്കത്തില്ല, ഞാൻ പിന്നെ ഇങ്ങനെ അലൂഫായിരുന്നു. പിന്നെ പിള്ളേരുമായിട്ടപ്പോ പുതിയ ട്രെൻഡ് ഇപ്പൊ ഇതാണ്ട് എല്ലാവരും എല്ലാവരുമായിട്ട് അങ്ങ് തുള്ളുന്നു, ചാടുന്നു. അത് ഒരുപാട് വീഡിയോസ് അല്ലേ, അമ്പലത്തിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ. ഇവിടെ ഇനിയും പള്ളി പെരുന്നാളിന് ചെയ്യുമ്പോ ആൾക്കാർ പറഞ്ഞു ഞാൻ നോർമൽ അല്ലാതെ പറയുന്നത്. അത് ഞാനിപ്പോ ചോദിക്കാൻ വരുമായിരുന്നു, അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു എന്ന്. നോർമൽ അല്ലേ, പ്രശ്നമൊന്നുമില്ല. നമ്മള് അല്ലേ, ഒരു ലൈഫല്ലേ ഉള്ളൂ, എന്തിന് ഇത്ര പ്രഷറും ടെൻഷനൊക്കെ അടിച്ച് തീർക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷിക്കുക അല്ലേ. നമ്മുടെയൊക്കെ മനസ്സിൽ ഈ പൊളിറ്റിക്സ് ഭയങ്കര സീരിയസ് ആയിരിക്കും, ചിരിക്കില്ല, അങ്ങനെ ഇതായിരിക്കും, പേടിയായിരിക്കും. ഇപ്പം നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാർ വന്നപ്പോ നമുക്ക് ചിരിക്കാൻ, നമുക്കൊരു സന്തോഷം, ഒരു എന്താ പറയാ, നമ്മളൊക്കെ എന്നും കാണുന്നത്, എനിക്കൊന്നും അത് സോഷ്യൽ മീഡിയ ഒരു ഗുണാട്ടോ. ഇപ്പൊ സാറിന് ഇപ്പൊ എനിക്ക് സംസാരിക്കും, ഇപ്പൊ നേരത്തെ എനിക്ക് അങ്ങനെ അറിയില്ല, എനിക്കൊരു പേടി ഭയം. ഇപ്പൊ എനിക്ക് ഇരിക്കുമ്പോ തന്നെ സാറിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് പേടിയുണ്ട് കേട്ടോ, ബഹുമാനവും പേടി എല്ലാം ഉണ്ട്. ഞാൻ സാറിനെ ഫോളോയും ചെയ്യുന്നുണ്ട്. അല്ല, നമുക്കൊരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റൂലോ, നമുക്കെല്ലാം ചോദിച്ചറിയാൻ, അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ സംസാരിക്കാനോ, അങ്ങനെ അത് ഒരു ഇപ്പത്തെ ഒരു ജനറേഷന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ടോ സാർ? തീർച്ചയായിട്ടും എല്ലാരും വളരെ ഹാപ്പിയാണ്. എനിക്കുള്ള സന്തോഷം, ഞാൻ ഫാദറിന്റെ കൂടെ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്, പല വർഷങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത്രയധികം സ്നേഹം ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ട് ഇപ്പോഴും ഞാൻ വരുമ്പോൾ വഴി ആൾക്കാര് വണ്ടി തട്ടി തുറക്കും, അല്ലെങ്കിൽ കാസ് തുറക്കാൻ പറയും. അങ്ങനെ എവിടെ പോയാലും വലിയ ഒരു സ്നേഹം കാണിക്കുന്നത്. അത് പ്രത്യേകിച്ച് പിള്ളേരാണെങ്കിൽ പോലും. ഞാൻ എറണാകുളത്ത് പോയ കൊച്ചു കുട്ടികൾ വളരെ സന്തോഷം. കാരണം അവരുടെ ഫീൽഡിലും ഉണ്ടാവും ദിവസേന ഒരു 3 റീല് സാറ് ഡാൻസ് കളിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും. സംബന്ധിച്ച് ഞാൻ നോർമലാ. അതെ, അവരെല്ലാരും സംബന്ധിച്ചോളം സാറ് നോർമലാണ്. ഇല്ല, ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പലർക്കും പല പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും, പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ സാറിന്റെ വീട്ടിലാണെങ്കിലും ഇപ്പം ചേച്ചിയുടെ ഭർത്താവ് വേറെ ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് വീട്ടിൽ അങ്ങനെ ഒരു ചർച്ച? ഇല്ല, ഓക്കെ. അല്ല, ചേച്ചിമാരെല്ലാരും ഒറ്റ ബിലീഫിലാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഒരു കണക്ഷൻ ഇല്ല, ഞാനും അദ്ദേഹമായിട്ടൊരു കണക്ഷൻ ഇല്ല. കാരണം 21 എന്റെ ഫാദർ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം വേറെ പാർട്ടി പോയോണ്ട് ഞാനത്, കാരണം ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ഇമോഷണൽ ഫാക്ടറാണ്. ഈ പാർട്ടി അല്ല, ഞങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഫാമിലിക്ക് യാതൊരു ഡിവൈഡ് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ. മറ്റൊന്നും കൊണ്ടല്ല, ഈ പാർട്ടി എന്റെ ഫാദറിനെ 53 വർഷം MLA ആക്കി. അത് കഴിഞ്ഞ് എന്നെ 2 വർഷം ആക്കി. അത് കഴിഞ്ഞ് 5 വർഷം വീണ്ടും ഹോസ്റ്റലിൽ തന്നു. ഒരു നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് എത്തിക്സ് ഉണ്ടാവണമല്ലോ ലൈഫിൽ. അപ്പൊ അതിനകത്ത് യോജിപ്പ് അത് പറ്റത്തില്ല എന്നുള്ളത്. ബാക്കി അങ്ങനെ ഒരു തർക്കങ്ങളൊന്നും ആവശ്യമൊന്നും വരാറില്ല, എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാട്, ഒരേ ഞങ്ങളെല്ലാം ഒന്നിച്ചാണ്. ഇപ്പൊ ആദ്യത്തെ ഒരു MLA സാർ മത്സരിക്കാൻ എന്നപ്പത്തിന് അച്ഛനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അച്ഛന്റെ ഇത് കിട്ടിയെന്നൊക്കെയാണ്. ഇപ്പൊ രണ്ടാമത് മത്സരിച്ച് അതും വൻ ഭൂരിപക്ഷം അച്ഛനോടുള്ള സ്നേഹം. സത്യത, അദ്ദേഹത്തിനുള്ള സ്നേഹം ഇന്നും ഉള്ളത്. അച്ഛന്റെ മോനെ എപ്പോഴും അവർക്ക് എപ്പോഴും കൂട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് പുതുപ്പള്ളിയുടെ മകനായി മാറി. അതുകൊണ്ടാണ് അവര് എന്നെ വീട്ടിലെ അംഗമായോണ്ടാണ് അങ്ങനെ വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആരെങ്കിലും വോട്ട് ചെയ്യും. എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കപ്പുറം കുടുംബമായിട്ടാണ് ഞാൻ നാടിനെ കാണുന്നത്. നമ്മൾ ഈ ഒരു ചാറ്റ് അല്ല, ഒരു ചെറിയൊരു കുട്ടി ഇന്ററാക്ഷൻ സെഷൻ ആയിരുന്നു. അപ്പൊ സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ആരോടും പങ്കുവെക്കാത്ത ഒരു ഓർമ്മ ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഓർമ്മകളെല്ലാം കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. ഒരിക്കല് UK എന്നെ കൊണ്ടുപോയി 1998. അപ്പം ആദ്യമായിട്ടാണ് പുള്ളി ഞാനിപ്പോ ദിവസവും ഡാൻസ് കളിക്കുകയാണ്. പുള്ളി അന്ന് ട്യൂബില്, അതായത് മെട്രോയില് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഫൺ മോഡില് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം ഇപ്പോഴും മനസ്സിലുണ്ട്. 98 തന്നെ UK US അവർ പോയപ്പോ എന്നെ കൂടെ കൊണ്ടുപോയി. ഫൊക്കാന എന്ന് പറഞ്ഞൊരു ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കൻ മലയാളീസ് ഉണ്ട്, അവരുടെ പരിപാടി കൊണ്ടുപോയതാ. അപ്പം അന്ന് ട്യൂബിൽ വെച്ച് പുള്ളി ഒന്ന് ചെറുതായിട്ട്, ഒരാൾ അവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് ഗിറ്റാർ വായിച്ചപ്പോ പുള്ളി ഇങ്ങനെ ചെറുതായിട്ട് ജോവിയലായി പെരുമാറിയത്. പറയുമ്പോ തന്നെ ഞാൻ തന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കായിരുന്നു. അത് എപ്പോഴും മനസ്സിൽ. ആരടുത്തത് പറഞ്ഞിട്ടില്ല. ഇല്ല,
യെസ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ സാർ പിന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സാറിന് ചെയ്യാൻ പറ്റട്ടെ. കാരണം എന്തായാലും പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, വിമർശിക്കാനുണ്ടാവും അല്ലെ, എല്ലാ ഫീൽഡിലും അത് തന്നെ ആയിരിക്കും. അപ്പം ആ കർമ്മം വിമർശനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അതെ ഫലം ഇച്ഛിക്കുന്നില്ല. അതെ, കർമ്മം ചെയ്യുക. അപ്പൊ പുതുപ്പള്ളിയുടെ മകനായിട്ട് തന്നെ എന്നും ഉണ്ടാവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാനും ഇങ്ങനെ വരണം. കാരണം ഭയങ്കര തിരക്കിൽ ആശ്രമ മെഡിസിറ്റിയിൽ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാട്ടോ ഈ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കണേ. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്ര അധികം സംസാരിച്ചതിനും. അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സർ.